നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, എന്താടാ കണ്ണ് ചുവന്നിരിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല, കുറച്ച് പൊടി കണ്ണിൽ പോയപ്പോൾ തുടച്ചതാണ്, ഇപ്പം കണ്ണ് നല്ല ചുവന്നിരിക്കുകയാണ്. സോ എൻ്റെ പേര് ഉണ്ണി എന്നാണ്. ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ സിനിമയായിട്ടും പുസ്തകങ്ങളുമായിട്ടും പാചകമൊക്കെ ആയിട്ടും ഒക്കെ ബന്ധപ്പെട്ട നമുക്ക് വളരെ ഇഷ്ടമുള്ള കാര്യങ്ങളെക്കുറിച്ച് കൊച്ചു കൊച്ചു വീഡിയോസ് ചെയ്യാറുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചില ആളുകൾ വരുമ്പോൾ ചരിത്രം വഴിമാറും എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ ചില സിനിമകളുടെ ട്രെയിലറുകൾ കാണുമ്പോൾ പ്ലാനിങ്ങുകളിൽ ചില വ്യത്യാസങ്ങളുണ്ടാവും. അങ്ങനെ ഈ ആഴ്ച കാണാൻ ഉറപ്പിച്ച ഒരു സിനിമയുടെ ട്രെയിലറിനെ കുറിച്ച് തോന്നിയതും ആ സിനിമ കാണാനുള്ള 5 കാരണങ്ങളുമാണ് ഈ വീഡിയോയിൽ. KGF എന്നാണ് ആ സിനിമയുടെ പേര്. ഈ സിനിമ കൂടാതെ മാരി 2 റിലീസുണ്ട്, സീറോ റിലീസുണ്ട്, എൻ്റെ ഉമ്മാന്റെ പേര് റിലീസുണ്ട്, ഞാൻ പ്രകാശൻ റിലീസുണ്ട്, പ്രേതം 2ഉം സീതാകത്തിയും ഒക്കെ തയ്യാറെടുത്തിരിക്കുകയാണ് ഈ ആഴ്ച റിലീസ് ആവാൻ വേണ്ടിയിട്ട്. സോ എന്തുകൊണ്ട് KGF? ഈ സിനിമയുടെ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ ആദ്യത്തെ കാരണമാവും, എന്ത് ഗംഭീരമാണ്, എന്ത് അടിപൊളിയായിട്ടാണ് അവർ ആ ഗ്രാഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആ സിനിമയുടെ ഓരോ ഫ്രെയിമും ട്രെയിലർ കണ്ടിട്ട് പറയൂ ഈ ഫ്രെയിം കൊള്ളില്ല, ഇത് എന്ത് ഫ്രെയിമാണ് എന്നൊന്ന് ചോദിക്കാനുള്ള ഒരു ഫ്രെയിം കണ്ടെത്താൻ ശ്രമിച്ചു പോകും, പറ്റില്ല. അത്രയും രസമായിട്ടാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. ചുമ്മാതൊന്നുമല്ല, ഈ സിനിമയെ ഒരു വെബ്സൈറ്റ് വിശേഷിപ്പിച്ചിരിക്കുന്നത് കന്നഡ സിനിമയിലെ മാഗ്നം ഓപ്പസ് എന്നാണ്. 5 ഭാഷകളിൽ റിലീസാവുന്ന സിനിമയാണ്. കന്നഡയിൽ ഇതുവരെ എടുത്തിട്ടുള്ളതിൽ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമയാണ്. ഇനി ഈ സിനിമ കാണാനുള്ള രണ്ടാമത്തെ കാരണം ഇതിന്റെ സംവിധായകനാണ്. പ്രശാന്ത് നീലാണ് സംവിധാനം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സിനിമയാണിത് എന്നാലോചിക്കണം. ഒരു സംവിധായകന്റെ രണ്ടാമത്തെ സിനിമയ്ക്ക് ഒരു പ്രൊഡ്യൂസർ ഇത്രയും പണം മുടക്കണമെങ്കിൽ അതിന്റെ സ്ക്രിപ്റ്റിന്റെ സ്ട്രെങ്ത് എന്തായിരിക്കും, ആ സംവിധായകനിലുള്ള വിശ്വാസം എന്തായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ വളരെ പണം വാരിയതിനോടൊപ്പം നല്ല സിനിമ എന്ന പേരും നേടിയ ഒരു സിനിമയാണ്. 2014 പുറത്തിറങ്ങിയ ഉഗ്രം എന്ന സിനിമ. ഈ സിനിമ കാണാനുള്ള മൂന്നാമത്തെ കാരണം ഇതിന്റെ ഡയലോഗ്സ്. ട്രെയിലറിന്റെ അവസാനം ഒരു ഡയലോഗ് പറയുന്നത്, ഒരു അമ്മ മകനോട് പറയുന്നത് പോലെയാണ്, നിന്റെ പുറകിൽ 1000 പേരുണ്ടെന്ന ധൈര്യം നിനക്കുണ്ടെങ്കിൽ നിനക്കൊരു യുദ്ധം ജയിക്കാം, പക്ഷേ ആ 1000 പേർക്കും നീ മുന്നിലുണ്ട് എന്ന ധൈര്യം പകരാൻ സാധിച്ചാൽ നിനക്ക് ഈ ലോകത്തെ ജയിക്കാം എന്ന് പറയുന്ന അങ്ങനത്തെ ഡയലോഗ് എഴുതാൻ. നമ്പർ 4, ഈ സിനിമയുടെ കാലഘട്ടമാണ്. 1970കളുടെ അവസാനമാണ്. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത US-ഉം USSRും തമ്മിലുള്ള കോൾഡ് വാർ വളരെ ശക്തമാവുകയും സ്വർണത്തിന്റെ വില റോക്കറ്റ് പോലെ കുതിക്കുകയും ചെയ്ത, ഇന്ന് വരെ തകർക്കാൻ പറ്റുന്ന റെക്കോർഡിലേക്ക് സ്വർണത്തിന്റെ വില എത്തിയ സമയമാണ്. ഈ സിനിമയുടെ തീമും സ്വർണത്തിന് വേണ്ടിയുള്ള മനുഷ്യന്റെ ആക്രമണം, അതിനെ തുടർന്നുണ്ടാകുന്ന ഫൈറ്റുകൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ്. അതിനോടൊപ്പം ട്രെയിലറിൽ പറയുന്ന ഒരു വാക്കാണ്, അവൻ അങ്ങോട്ട് പോകുമായിരുന്നു, ആ സ്ഥലത്തിന്റെ അമാനുഷിക ചരിത്രം എന്താണെന്ന് അറിയാതെ. സ്വാഭാവികമായും അതിനൊരു പിൽക്കാലം ഉണ്ടാവും, ഒരു പാസ്റ്റ് കാണിക്കുന്നുണ്ടാവും. നമ്പർ 5, ഈ സിനിമയുടെ BGM. ഇതിന്റെ ട്രെയിലർ കേട്ട് നോക്കും, നല്ല രസമാണ്. അത് തിയേറ്ററിൽ എനിക്കൊന്ന് ഡോൾബി അറ്റ്മോസിൽ തന്നെ ഇരുന്ന് കേൾക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഡോൾബി അറ്റ്മോസ് 4K തിയേറ്റർ ഉണ്ടല്ലോ എന്തായാലും കേരളത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ തന്നെ ചെന്നിരുന്ന് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ അത്രയാണ് ഈ സിനിമ കാണാനുള്ള പ്രധാന കാരണങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. മൈ നെയിം ഈസ് ഉണ്ണി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.